നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾ നമ്മുടെ കൺമുമ്പിൽ വീഴുക, ഉടനെ നമ്മളും വീഴുക. അങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിക്കണം. ഒരു പ്രാവശ്യം തകർന്ന ഡാമാണ് നമ്മൾ 100 വർഷമായിട്ടും പൊളിച്ച് മാറ്റി കളയാണ്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. നിധി സൂക്ഷിക്കുന്ന പോലെ നമ്മുടെ മരണ വാറണ്ടാണത്. അതുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ചേർത്ത് പറയാണ്, ഞാനിപ്പോൾ ഒരു ഫാക്ടറി തകർന്ന് ഈഥെയിൻ പുറത്തേക്ക് വരുന്ന കാര്യമാണ് പറഞ്ഞത്. നമുക്ക് സദേൺ നേവൽ കമാൻഡ് ഇല്ലേ ഇവിടെ? ഞാൻ സദേൺ നേവൽ കമാൻഡിൻ്റെ അഡ്മിറലിന് ഞാനൊരു ലെറ്റർ എഴുതി. നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഈ കൊച്ചി സദേൺ നേവൽ കമാൻഡിൽ കൈകാര്യം ചെയ്യുന്നത്? അവർ പറഞ്ഞത് എന്താണെന്നറിയോ? സംഭവം ശരിയാണ്, പക്ഷേ ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. സുപ്രീം കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് വൈസ് അഡ്മിറലിനോ സദേൺ നേവൽ കമാൻഡിലോ അതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സാങ്കേതികമായി എന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്ലൈ തന്നത്. ഞാൻ എൻ്റെ റിക്വസ്റ്റ്, സദേൺ നേവൽ കമാൻഡിന് എഴുതിയ റിക്വസ്റ്റ്, അവർ പറഞ്ഞ റിപ്ലൈ ഞാൻ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കാരണം എന്താ? സുപ്രീം കോടതിയുടെ അടുത്താണ് ഇനി കാര്യങ്ങളുള്ളൂ. അതായത് ബോൾ സുപ്രീം കോടതിയുടെ കോർട്ടിലാണ് എന്ന് കോടതിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സദേൺ നേവൽ കമാൻഡ് ഡാം തകർന്ന് സദേൺ നേവൽ കമാൻഡ് ചെളി മൂടി കിടന്നാൽ, ചൈന ഒരു വാർ ഡിക്ലെയർ ചെയ്താൽ ഇവിടെ നിന്ന് ഒരു എയർക്രാഫ്റ്റ് പൊങ്ങോ, ഒരു എയർപ്ലെയിൻ പൊങ്ങോ? ഇത് നമ്മുടെ നാഷണൽ സേഫ്റ്റിയെ ബാധിക്കില്ലേ? ദേശീയ സുരക്ഷിതത്വത്തെ ബാധിക്കില്ലേ? ഈ ഡാം ഇങ്ങനെ തന്നെ ഡെലിബറേറ്റ്ലി കീപ്പിംഗ് ദിസ് ഡാം is a criminal offense against our nation.